നമ്മുടെ 8 ഫീറ്റിൻ്റെ കിണറിൻ്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ അതിൽ മണ്ണിൻ്റെ വെറൈറ്റി ഉണ്ടോ? ഇത് രക്തചന്ദനം അരച്ചതല്ല, ഇത് നമ്മുടെ അതിൽ കിട്ടുന്ന മണ്ണാണ്. ഒരു സൈസ് ചേടിയാണ്, ചുവന്ന കളർ. പല കളറിലെ മണ്ണാണ്, വെള്ള, മഞ്ഞ, ചുവപ്പ്. അപ്പോൾ അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത് ഹാൻഡ് വർക്കല്ല, കൂടുതലും വലിയ കിണറുകൾ ചെയ്യുമ്പോൾ ഇങ്ങനെ മെഷീൻസാണ് യൂസ് ചെയ്യാറ്. ഇതുപോലെ വലിയ ബക്കറ്റിൽ കോരിയെടുത്ത് ചെയ്യുന്നതാണ്. ഇപ്പോൾ 8 ഫീറ്റിൻ്റെ റിങ്ങാണ് താക്കുന്നത്. ഇത് മംഗലാപുരത്താണ്. അപ്പം 6 റിങ് വെച്ചിട്ട് 1, 2, 3, 4, 5. ഇപ്പം 2 റിങ്ങോളം വെള്ളമുണ്ട്. 2 റിങ്ങ 3 അടിയോളം വെള്ളമുണ്ടല്ലേ. ഇപ്പോൾ 3 ഫീറ്റ് വെള്ളമാണ് നമ്മുടെ ഈ കിണറ്റിൽ ഇപ്പോൾ ഉള്ളത്. ഇനി താത്തോണ്ടിരിക്കുകയാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലേബേഴ്സ് തന്നെയാണിത് വർക്ക് ചെയ്യുന്നത്. ഇതിൽ നല്ല വെയിലുള്ളത് കൊണ്ടാണ് ക്ലാരിറ്റി കിട്ടാത്തത്. നമ്മൾ ആദ്യം ഇത് ഇങ്ങനെ JCB നിർത്തിയിട്ട് അവിടെ നിന്ന് റാമ്പ് വെട്ടിയാണ് കുഴിച്ചത്. അതിന് ശേഷം അല്ലാതെ കസിൽ കുന്താലി എല്ലാം വെച്ചിട്ട് ആൾക്കാർ കുഴിച്ചതാണ്. വളരെ അപകടം പിടിച്ചതും അതുപോലെ തന്നെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുമായ ഒരു തൊഴിലാണ് ഈ കിണർ പണി എന്ന് പറയുന്നത്. ഇത് റിങ്ങാണ്, 8 ഫീറ്റ് അകലത്തിൻ്റെ ഡയമീറ്ററിൻ്റെ റിങ്ങാണ്. അപ്പോൾ ഈ ഗ്യാപ്പ് കാണുന്ന ക്രെയിനിൻ്റെ ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ടുണ്ട്. 3 റിങ്ങാണ്, 1.5 അടി ഹൈറ്റുള്ള 3 റിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു 4.5 ഫീറ്റ് ഹൈറ്റാണ് ഒരു ഇരിക്കുന്നത്. 3 റിങ്. അതിൻ്റെ റിങ്ങിന് സ്റ്റെപ്പെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഇറങ്ങാനുള്ള സ്റ്റെപ്പുകൾ എല്ലാ റിങ്ങിലും ഉണ്ട്. അങ്ങനെയാണിത്. ഞാൻ 60 ഫീറ്റ് റിങ് ഇവിടെ വാർത്തിട്ടിട്ടുണ്ട്. അത് മതിയാവില്ല, അതിൽ കൂടുതൽ വേണ്ടി വരും. ഇപ്പോൾ മംഗലാപുരത്ത് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യുന്ന റിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്ന വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ശരത്ത് ബെല്ലിംഗ് വർക്സിൻ്റെ ഒരു നിർമ്മാണമാണിത് നടന്നുകൊണ്ടിരിക്കുന്നത്.